നമ്മൾ സാധാരണ പല വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിലെ രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധാത്മാക്കളെ ഏത് വിധേനയാണ് മരിച്ചത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി അവരെ കൊല്ലുവാൻ ഉപയോഗിച്ച ആയുധം അവർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണാറുണ്ട്. തോമാസ് ലീഗ കുന്തം പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തോമാസ് ലീഗ കുന്തം പിടിച്ച് നടന്നെന്നുള്ള അർത്ഥമല്ല. പൗലോസ് ലീഗ വാള് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ യുദാസ് ലീഗ ഗത പിടിച്ചിരിക്കുന്നു, യുദാസ് ലീഗയെ ഗത കൊണ്ട് അടിച്ചാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ സെബസ്ത്യാനോസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു അമ്പ് കൈപിടിക്കുകയല്ല, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും അമ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുക. രക്തമൊലിപ്പിച്ച് അതിവേദനാജനകമായ രീതിയിൽ. അങ്ങനെ നമ്മൾ കാണുന്ന മറ്റൊരു ചിത്രമുള്ളത് ഈശോയുടെ ക്രൂശിത രൂപമാണ്. 6 മണിക്കൂറോളം ശരീരം മുഴുവൻ ചമ്മട്ടിയടിയേറ്റ് ശരീരത്തിലെ ഒരുപാട് മുറിപ്പാടുകളും രക്തവും ഒലിപ്പിച്ച് പഞ്ചക്ഷതങ്ങളുമായിട്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ചിത്രവും വളരെ വേദനാജനകമാണ്. എന്നാൽ ഇതെല്ലാം നമ്മളെ സഹനത്തിലേക്ക് എങ്ങനെ ക്രൈസ്തവ സാക്ഷ്യത്തിന് നമ്മളെ ഉപകരണങ്ങളാക്കുന്നു എന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ്. മറ്റൊന്ന്, സെബസ്ത്യാനോസ് നമ്മുടെ നാട്ടിലും യൂറോപ്പിലുമൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വിശുദ്ധനാണ്. അത് നമ്മുടെ സെബാസ്റ്റ്യൻ എന്നുള്ള പേരുള്ള ധാരാളം ആളുകളുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള പള്ളികളുണ്ട്, കുരിശുപള്ളികളുണ്ട്. നമ്മുടെ നാട്ടിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാളിനേക്കാളും വലിയ തിരുനാളായിട്ട് ചില പള്ളികളിലൊക്കെ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ചില സ്ഥാപനങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിലുണ്ട്. അതിന്റെ ഒരു കാരണം പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ, കോവിഡൊക്കെ ഉണ്ടായപ്പോഴും അതുപോലെയുള്ള പകർച്ചവ്യാധികൾ, കോളറ, വസൂരി ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഇതിനൊക്കെ രോഗപ്രതിരോധ ശക്തികളില്ല. കോവിഡ് വന്നപ്പോഴും ആളുകൾ ആകെ സ്തംഭിച്ചു, എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് പുതിയ അറിവായി ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ പ്രത്യേക മധ്യസ്ഥം തേടിയത് വിശുദ്ധ സെബസ്ത്യാനോസിനോടാണ്. അത് യൂറോപ്പിൽ തുടങ്ങി, അത് യൂറോപ്പിൽ നിന്ന് വന്ന മിഷണന്മാര് കേരളത്തിൽ വ്യാപിപ്പിക്കുകയുണ്ടായി. മറ്റൊരു പ്രത്യേകത, ഈ സെബസ്ത്യാനോസ് ആണ് അൽമായ പ്രേക്ഷിതത്തിന് വലിയ ഒരു മാതൃകയായി 3-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു, അല്ലാതെ ഒരു വൈദികനൊന്നും സന്യാസിയോ ഒന്നുമല്ല. എങ്കിൽ പോലും വളരെയേറെ ആളുകളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി നിർത്തുവാനും രക്തസാക്ഷിത്വം വരിക്കുവാനും ഒക്കെ പ്രേരണ കൊടുത്ത ഒരു വ്യക്തിയാണ്. ഇനി അതിലും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ട രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ്. ഡബിൾ മാർട്ടിഡമാണ് സെബസ്ത്യാനോസിൽ നമ്മൾ കാണുക. ഇത്രയേറെ പോരമ്പുകൾ ശരീരം മുഴുവനും കയറിയിട്ടും അദ്ദേഹം മരിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്ത്. അതിനുശേഷം അദ്ദേഹത്തെ ഗത കൊണ്ട് അടിച്ച് കൊല്ലുകയായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഇപ്പോഴത്തെ ഫ്രാൻസിലെ ഗൗൾ എന്ന് പറയുന്നിടത്താണ്. മാതാപിതാക്കന്മാര് പിന്നീട് മിലാനിലായിരുന്നു. അതുകൊണ്ട് മിലാനിൽ അദ്ദേഹം വിദ്യാഭ്യാസം നടത്തി. 283-ാം ആണ്ടില് എംപറർ കാരിനൂസ് എന്ന ചക്രവർത്തിയുടെ റോമൻ സൈന്യത്തിൽ അദ്ദേഹം അംഗമായി ചേർന്നു. പക്ഷേ രഹസ്യമായിട്ട് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. കാരണം അക്കാലഘട്ടത്തിൽ ക്രിസ്തുമതം നിരോധിക്കപ്പെട്ട ഒരു മതമായിരുന്നു റോമൻ സാമ്രാജ്യം മുഴുവനായിട്ടും. അതിനുശേഷം അദ്ദേഹം മിലിറ്ററിയിലൊക്കെ മിടുക്കനായതുകൊണ്ട് അദ്ദേഹം പട്ടാളത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ക്യാപ്റ്റനായിട്ട്, മിലിറ്ററി ഓഫീസറായിട്ടൊക്കെ പ്രൊമോഷൻ കിട്ടി. പിന്നീട് അടുത്ത ചക്രവർത്തിയായിട്ട് വന്നത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു യുവ പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്റെ അംഗരക്ഷകനായിട്ട് തന്നെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷകനായിരിക്കുമ്പോൾ ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തി ആണ് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നയാൾ. പക്ഷെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ തന്റെ അംഗരക്ഷകൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളത്. അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ അവസരത്തില് അതിന്റെ കാരണം ഇതാണ്: റോമൻ ദേവന്മാരെ, ദൈവമാരെ ആരാധിക്കണം, അല്ല എങ്കിൽ അവരെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു സമയം കൊടുക്കും. ആ സമയത്തിനകം അവർ ക്രിസ്തുമതം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ അവരെ ഏതെങ്കിലും വിധേന കൊന്നുകളയും. ഇങ്ങനെ തടവുകാരായിട്ട് പാർപ്പിക്കപ്പെടുന്ന ആളുകളെ അദ്ദേഹം തന്നെ മിലിറ്ററി സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ജയിലുകളിൽ ചെല്ലുവാനും, അങ്ങനെ ക്രിസ്തുമതം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നിങ്ങനെ തേടി നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ കണ്ട് അവരോട് ക്രിസ്തുമതത്തെ കുറിച്ച് പറയുവാനും, ഈ ലോകത്തിലെ ജീവിതമല്ല, വരാനിരിക്കുന്ന ലോകമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് വേണ്ടിവന്ന രക്തസാക്ഷിത്വം വരിക്കുവാനായിട്ടും അവരെ പ്രേരിപ്പിക്കുമായിരുന്നു. അപ്പൊ അവരുടെ മാതാപിതാക്കന്മാർ അതേ സമയത്ത് അവരെ സന്ദർശിച്ചിട്ട് പറയും, അല്ലെ അവരുടെ കൂട്ടുകാരി എന്ന് പറയും, നീ ജീവിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിനക്കൊരു ഭാവിയുണ്ട്, അതുകൊണ്ട് നീ മതം ഉപേക്ഷിക്കുക. പക്ഷേ
സെബാസ്റ്റ്യൻ നേരെ മറിച്ച് പറയും, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കും, അവർക്ക് വേണ്ട സഹായമെല്ലാം എത്തിച്ചു കൊടുക്കും. പക്ഷേ എല്ലാം രഹസ്യമായിട്ടാണ്. ചക്രവർത്തി ഇതൊന്നും അറിയുന്നില്ല. അക്കാലഘട്ടത്തിൽ ഡീക്കന്മാരായിരുന്ന ഇരട്ടകളായ സഹോദരന്മാരുണ്ടായിരുന്ന മാർക്കോസും മർസലീനിയോസും. അവരെ രണ്ടുപേരും ഇങ്ങനെ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനെ ആകെപ്പാടെ തേങ്ങി നിൽക്കുകയാണ്. കാരണം മാതാപിതാക്കന്മാരെ പ്രേരിപ്പിക്കുന്നു, സഹോദരങ്ങൾ പ്രേരിപ്പിക്കുന്നു, മറ്റു കൂട്ടുകാരെ പ്രേരിപ്പിക്കുന്നു. അപ്പോഴും അവരെ രക്തസാക്ഷിത്വം വരിക്കാൻ പ്രേരിപ്പിച്ചത് ഈ സെബാസ്റ്റ്യനാണ്. അതുപോലെ തന്നെ സെബാസ്റ്റ്യന് ദൈവം ഒരു വരം കൊടുത്തു. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ചില ആളുകൾക്ക് രോഗസൗഖ്യം കിട്ടും. അതുകൊണ്ടാണ് രോഗസൗഖ്യത്തിന് വേണ്ടി സെബാസ്റ്റ്യാനോസിനോട് മധ്യസ്ഥം തേടി ആളുകൾ പ്രാർത്ഥിക്കുക. അങ്ങനെ സോ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓഫീസറുടെ ഭാര്യ, അവള് 6 വർഷമായിട്ട് അവൾക്ക് സംസാരശേഷിയില്ല. കാരണം അവളുടെ നാവ് മരവിച്ചു പോയി. പക്ഷേ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ തടവുകാരുടെ മേൽനോട്ടക്കാരനായ ആള് ആവശ്യപ്പെട്ടപ്പോൾ സെബാസ്റ്റ്യൻ പ്രാർത്ഥിക്കുകയും അവർക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ റോമൻ ചക്രവർത്തി ഗവർണറായിരുന്ന റോമിന്റെ ഗവർണർക്ക് സൗഖ്യം ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ റോമൻ ഗവർണറും അതുപോലെ തന്നെ അനവധി പട്ടാളക്കാരും പല ആളുകളും സെബാസ്റ്റ്യന്റെ സ്വാധീനം മൂലം മാനസാന്തരപ്പെടുകയുണ്ടായി. അപ്പം ഇത് അറിഞ്ഞ ഡയക്ലീഷ്യൻ ചക്രവർത്തി ഈ സോമ എന്ന് പറയുന്ന ഈ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ജയിലറയിലെ തടവുകാരുടെ മേൽനോട്ടക്കാരനായ ആളുടെ ഭാര്യ മാനസാന്തരപ്പെട്ടതറിഞ്ഞ് അവർക്ക് രോഗസൗഖ്യം കിട്ടുന്നതിന്റെ പേരിൽ അവളെ കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഈ സമയത്ത് അങ്ങനെ മറ്റേ അനവധി ആളുകളെ കൊല്ലുവാനായിട്ടുള്ള കൽപ്പന വന്നപ്പോൾ സെബാസ്റ്റ്യൻ തന്റെ ഈ ചക്രവർത്തിയോടുള്ള സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, അവരെ കൊല്ലരുത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി, ഞാൻ ക്രിസ്ത്യാനിയാണ്. അത് ചക്രവർത്തിയെ കോപാകുലനാക്കുകയും ചക്രവർത്തി ഏറ്റവും വേദനാജനകമായ ഒന്നെങ്കിൽ ക്രൈസ്തവം അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായ മരണം നീ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോഴും അദ്ദേഹം മരണം തന്നെ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും ദാരുണമായ മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ മരത്തിൽ കെട്ടിയിട്ടിട്ട് പട്ടാളക്കാർക്ക് അവരുടെ മുന്നിൽ നോക്കാൻ വേണ്ടി അമ്പയിൽ പരിശീലിക്കാനായിട്ട് അവസരം കൊടുക്കുകയാണ്. അങ്ങനെ മുള്ളമന്തിയുടെ ശരീരത്തിലേക്ക് മുള്ളു കൊള്ളുന്നതുപോലെ ധാരാളം മുള്ളുള്ളതുപോലെ ധാരാളം മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ശരീരമായി മാറി. പട്ടാളക്കാര് അദ്ദേഹം മരിച്ചത് വിചാരിച്ച് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ സാധാരണ ക്രിസ്ത്യാനികൾക്കൊന്നും അവിടെ ചെന്ന് ഈ ഡെഡ് ബോഡി എടുക്കാനും പരിഹരിക്കാനും പേടിയാണ്. കാരണം കർത്താവ് മരിച്ചപ്പോൾ അപ്പസ്തലന്മാർ ഭയപ്പെട്ടിരുന്ന പോലെ ഇവരൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് റോമിലെ ഐറീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു ഭക്ത സ്ത്രീയാണ്, അവിടെ ചെന്ന് ഈ അദ്ദേഹത്തെ ശരീരത്തിൽ നിന്ന് ഈ അമ്പെല്ലാം എടുത്ത് ഊരി മാറ്റി അദ്ദേഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മറ്റാളുകളുടെ സഹായത്തോടെ ചെയ്യുവാനായിട്ട് ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജീവനുണ്ടായെന്ന് അറിയുന്നത്. അങ്ങനെ അദ്ദേഹം അതിൽ മരിക്കുന്നില്ല. അതിന് പകരം അവളുടെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ പരിചരിച്ച് അദ്ദേഹം വീണ്ടും രോഗസൗഖ്യം പ്രാപിച്ച് ആരോഗ്യവാനായി മാറുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സെബാസ്റ്റ്യനോട് കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ റോം വിട്ട് പോവുക, കാരണം ഇനി നീ ഇവിടെ നിന്നാൽ നിന്നെ വീട്ടിൽ കൂട്ടും. അപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി തന്നെ നിൽക്കും. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഡയക്ലീഷ്യൻ ചക്രവർത്തിയെ കാണാൻ പോവുകയാണ്. ഡയക്ലീഷ്യൻ ചക്രവർത്തി നടന്നു വരുന്ന ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. എന്നിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് ഡയക്ലീഷ്യൻ ചക്രവർത്തി ആകെപ്പാടെ അത്ഭുതപ്പെടും. താൻ മരണശിക്ഷയ്ക്ക് വിധിച്ച് പട്ടാളക്കാർ റിപ്പോർട്ട് ചെയ്തതാണ് ഇവൻ അമ്പക്കാരിലേക്ക് മരിച്ചത്. അതിനുശേഷം ഇവൻ എങ്ങനെ പുനർജീവിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ചക്രവർത്തിക്ക് അതിശയമായി. പക്ഷെ ചക്രവർത്തി അതുകൊണ്ട് മാനസാന്തരപ്പെടുമെന്ന് സെബാസ്റ്റ്യൻ വിചാരിച്ചെങ്കിലും അതുകൊണ്ടൊന്നും ചക്രവർത്തിയുടെ മനസ്സ് മാറിയില്ല. അതിന് പകരം ഇനി ഇവനെ ഗതക്കടിച്ചു കൊല്ലണം. ഗതക്കടിച്ച് കൊന്നിട്ട് അവന്റെ ശരീരം പോലെ ഇനി ഒരു ക്രിസ്ത്യാനി കാണാൻ ഇടവരരുത്, അത് വെച്ച് അവർ ആഘോഷിക്കരുത്. അതുകൊണ്ട് അവന്റെ ശരീരം സുവേലിലൂടെ ഈ വേസ്റ്റ് കടന്നു പോകുന്ന പൈപ്പിലൂടെ കടത്തിവിടാനും അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. അപ്രകാരം തന്നെ പട്ടാളക്കാര് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ക്രിസ്തുവർഷം 288 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു ലൂസി എന്ന് പറയുന്ന ഒരു വിശുദ്ധിക്ക് പിന്നീട് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ ശരീരം എവിടെയുണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു സ്ഥലത്ത് തടഞ്ഞു നിൽപ്പുണ്ട് സുവേജില്, അത് തിരിച്ചെടുക്കണം, എന്നിട്ട് അത് കുളിപ്പിച്ച് ആ ബോഡിയിൽ കുളിപ്പിച്ച് അത് വീണ്ടും കാറ്റക്കോമസിൽ കൊണ്ടുപോയി, അതായത് മറ്റ് ക്രിസ്ത്യാനികളെ അടക്കുന്ന ഭൂഗർഭ ദേവാലയങ്ങളാണ്, അവിടെ കൊണ്ടുപോയി അടക്കാൻ പറഞ്ഞു. അപ്രകാരം തന്നെ അവള് അപ്പിയൻ വേ എന്ന് പറയുന്ന റോമിലെ ഒരു കാറ്റക്കോമില് അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു.
അതിനുശേഷമാണ് ആളുകൾ അദ്ദേഹത്തോടുള്ള ഭക്തി വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമുക്കറിയാം പല കാലഘട്ടങ്ങളിലും അടുത്ത കാലത്ത് പോലും ഉണ്ടായതുപോലെ ധാരാളം പ്ലേഗുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാകും. ഈ പകർച്ചവ്യാധി വരുമ്പോൾ എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് അറിയത്തില്ല. അപ്പോൾ അവർ ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കും. അങ്ങനെ 680 റോമിലുണ്ടായ ഒരു വലിയ പ്ലേഗില് ഈ സെബസ്ത്യാനോസിന്റെ സഹായം തേടി. കാരണം അദ്ദേഹം ധാരാളം ആളുകളെ തന്റെ ജീവിതകാലത്ത് തന്നെ സുഖപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് മധ്യസ്ഥം തേടുകയും പല ആളുകളെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതുകൂടാതെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ബുബോണിക് പ്ലേഗ് 14-ാം നൂറ്റാണ്ടില് യൂറോപ്പിൽ ഉണ്ടായപ്പോൾ 75 മില്യൺ ആളുകളാണ് അന്ന് മരിച്ചുപോയത്, നമ്മുടെ ഈ കോവിഡ് വന്നതുപോലെ. അപ്പോഴും എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴും ആളുകൾ മധ്യസ്ഥം തേടിയത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ വിജാതീയരായ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അതായത് ഈ പ്ലേഗ് വരാനുള്ള കാരണമായിട്ട് അവർ വിശ്വസിച്ചത് ഈ ആകാശത്തിലുള്ള ചില ദേവന്മാര് അവിടെ നിന്ന് കറുത്ത അമ്പുകള് ഭൂമിയിലേക്ക് എഴുതുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അവിടെ ഈ അമ്പയിലേറ്റ സെബസ്ത്യാനോസിനെ വേറൊരു രീതിയിൽ അദ്ദേഹത്തിന് മധ്യസ്ഥം തേടിക്കൊണ്ട് ക്രൈസ്തവര് പ്രാർത്ഥിക്കുകയും പല ആളുകൾക്കും രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സെബസ്ത്യാനോസിന്റെ ഈ അമ്പ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഒക്കെ ആരംഭിച്ചത് യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് വരുവാനും ഇടയായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സെബാസ്റ്റ്യാനോസിലൂടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രോഗസൗഖ്യം എന്നുള്ളതല്ല. രോഗസൗഖ്യം എന്ന് പറയുന്നത് അപ്പസ്തലന്മാർക്കും അതുപോലെ തന്നെ ചില ക്രൈസ്തവ ശിഷ്യന്മാർക്കും ഒക്കെ സെബസ്ത്യാനോസിനെ പോലെ നൽകുന്ന ഒരു പ്രിവിലേജാണ്. പക്ഷെ ആ പ്രിവിലേജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനം ശ്രമിക്കുവാനും ആ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് നിൽക്കുവാനും വേണ്ടിയാണ്. ഈ ഭൂമിയിൽ സെബസ്ത്യാനോസിന് 2 തരത്തിലുള്ള രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നുവെങ്കിൽ നമ്മളൊക്കെ കർത്താവിന്റെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ കൂട്ടുകാരെ നമ്മളെ പ്രേരിപ്പിക്കും വിശ്വാസം പരിചരിക്കുവാൻ വേണ്ടി. ചിലപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും. ഇതെല്ലാം വന്നാലും നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് നിൽക്കുവാനായിട്ട്, സഭയോട് ചേർന്ന് നിൽക്കുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ചലഞ്ചസിൽ എങ്ങനെ കർത്താവിന്റെ സഭയോട് ചേർന്ന് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് സെബസ്ത്യാനോസ് കടവുകാർക്ക് പ്രോത്സാഹനം കൊടുത്തതുപോലെ നമ്മളെ സംബന്ധിച്ചും സെബസ്ത്യാനോസ് തരുന്ന സന്ദേശം അതാണ്. എന്റെ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് മാമോദീസായിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ വെളിച്ചം, നിങ്ങൾക്ക് തരുന്ന സഭയിലൂടെ ഉള്ളതായ കൂതാശകൾ, വചന പ്രഘോഷണങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സഹനങ്ങളിലൂടെ കർത്താവിന്റെ കുരിശിന്റെ പിന്നാലെ നമ്മുടെ കുരിശം കയറിക്കൊണ്ട് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാൽ പോലും വിശ്വാസം പരിചരിക്കരുത് എന്നുള്ള സന്ദേശമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവം നിങ്ങൾ സാധിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുവാൻ വേണ്ടിയിട്ടും സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം നമുക്ക് തേടാം. അതിനോടൊപ്പം ഉപരിയായിട്ട് ആത്മീയമായിട്ടുള്ള തകർച്ച, ധാർമ്മികമായ തകർച്ച നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കൂടി നമുക്ക് ഈ വിശുദ്ധന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യും.